അധ്യക്ഷ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മോടൊപ്പം മുൻപന്തിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ, എന്നെ ശ്രമിക്കുന്ന ഈ നാട്ടിലുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ 2014 മുതൽ ഭാരതത്തിൽ ഒരു തേരോട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്, കേവലം PR വർക്കുകളുടെ കാലത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും സാധാരണപ്പെട്ടവന്റെ വീടുകളിൽ പോലും പ്രത്യക്ഷത്തിൽ കാണുന്ന വികസന നേട്ടങ്ങളാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഏത് സമയത്തും എടുത്തെടുത്ത് പറയാൻ സാധിക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പദ്ധതികളാണ് ഈ രാജ്യമെമ്പാടുമുള്ളത്. നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാണാം, ഹൈവേയിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വിവിധ ഭാഗങ്ങളിലായി ഹൈവേയുടെ പ്രവർത്തനം നടക്കുന്നത്. രാജ്യത്ത് ജനാധിപത്യപരമായി ഭരണാധികാരികൾ ഭരണം തുടങ്ങിയിട്ട് 70-ലേറെ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ രാജ്യം എത്ര തരത്തിൽ മുന്നേറി, എത്ര തരത്തിലുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്ന് സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ സാധാരണക്കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ പാസഞ്ചർ ട്രെയിനുകൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഇരിക്കുന്നവരിലും എന്നെ ശ്രമിക്കുന്നവരിൽ അധികവും ഹരിപ്പാട് ചെന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ തിരിച്ചു കൊല്ലത്തേക്കോ യാത്ര ചെയ്തിട്ടുള്ളവരുണ്ടാവാം. മൂക്ക് പൊത്തിപ്പിടിക്കാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഇന്ത്യൻ റെയിൽവേക്കുണ്ടായിരുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു, ഏതെങ്കിലും ട്രെയിൻ കമ്പാർട്ട്മെന്റിനകത്ത് മൂക്ക് പൊത്തിപ്പിടിക്കാതെ നമുക്ക് ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2014-15 ആയപ്പോഴത്തേക്കും റെയിൽവേയുടെ വികസനത്തിന്റെ കുതിപ്പ് നമ്മൾ കണ്ടതാണ്. റെയിൽവേ ഇന്ന് ബ്രേക്ക് ഇല്ലാതെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി റെയിൽവേയുടെ വികസനം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു. ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ എയർപോർട്ട് ആണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള വികസനങ്ങളാണ് റെയിൽവേയിൽ നമ്മൾ കാണുന്നത്. സാധാരണക്കാരന്റെ ഗതാഗത സംവിധാനമാണ് ഏറ്റവും തുച്ഛമായ നിരക്ക് കൊടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ഗതാഗത സംവിധാനമായ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്നു. ഈ റെയിൽവേയെ കുറിച്ച് ഞാൻ കൂടെ എടുത്തു പറയുമ്പോൾ, യുവതികളായ സ്ത്രീകളായ ആൾക്കാർ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ അമ്മ പെങ്ങന്മാർ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാവേണ്ട സുരക്ഷിതത്വത്തെ കുറിച്ച് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, റെയിൽവേ കമ്പാർട്ട്മെന്റിൽ കടക്കുന്ന സമയത്ത് അതിലൊരു ടോൾ ഫ്രീ നമ്പറും മറ്റൊരു നമ്പറും എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു അവശ്യഘട്ടം വന്നാൽ ആ നമ്പറിൽ കോൾ ചെയ്താൽ വിത്തിൻ മിനിറ്റുകൾക്കകം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് രക്ഷകനായിട്ട് റെയിൽവേ പോലീസോ മറ്റു ഉദ്യോഗസ്ഥരോ എത്തുന്നൊരു സംവിധാനം. ഇത് മുമ്പൊന്നും കണ്ടിട്ടില്ലാത്തതാണ്. കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്താൽ ഒരു 10 മണിക്കൂറായാലും ആ ഭാഗത്ത് എത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇന്ന് നമുക്ക് വന്ദേ ഭാരത് എന്ന് പറയുന്ന കുതിച്ചു പായുന്ന തീവണ്ടി നമ്മുടെ നാട്ടിലേക്ക്, ഇന്ന് നമുക്ക് കേരളത്തിൽ 3 വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചാൽ മണിക്കൂറുകൾക്കകം കാസർഗോഡ് എത്താവുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇന്ന് നാഷണൽ ഹൈവേ 66-ന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഉടനെ തന്നെ നമുക്ക് നങ്ങ്യാർകുളങ്ങര ഭാഗത്ത് ഇതിന്റെ പ്രവർത്തനം കാണാവുന്നതാണ്. ഈ ഹൈവേ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹൈവേയിൽ ട്രാഫിക് ഇല്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്നൊരു വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ഈ ഹൈവേയിൽ ഏത് ഭാഗത്തും യാതൊരു സ്ഥലത്തും ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഹൈവേയിൽ ട്രാഫിക് സിഗ്നലുകളില്ല. ട്രാഫിക് സിഗ്നലുകൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ സിഗ്നലുകളുണ്ട്. സാധാരണക്കാർക്ക് കടന്നു പോകാനും ഡീവിയേറ്റ് ചെയ്യാനുമുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങളേ ഉള്ളൂ.
ഹൈവേയിലൂടെ കടന്നു പോകുന്ന ത്രൂവായി കടന്നു പോകുന്ന വാഹനങ്ങൾ എങ്ങും പിടിച്ചിടേണ്ട ഗതികേട് ഉണ്ടാവുന്നില്ല. യാത്രയ്ക്കുടനീളം ഉണ്ടാകുന്ന സമയത്തെ ലാഭിക്കാം. അതിനോടൊപ്പം തന്നെ രാജ്യം ചിന്തിച്ചത് എന്താണ്? എറണാകുളം പോലുള്ള ഒരു ഭാഗത്ത് ഒരു വാഹന ഗതാഗത കുരുക്കിൽപ്പെട്ട് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഡീസലും പെട്രോളുമാണ് കത്തിത്തീരുന്നത്. അപ്പോൾ ഗതാഗത കുരുക്കിനെ ഇല്ലാതാക്കിയിട്ട് രാജ്യത്തെ ഗതാഗതത്തെ പൂർണ്ണമായും ഫ്രീ ആക്കിയാൽ രാജ്യത്തിനുണ്ടാകുന്ന സമ്പത്തിനെ കുറിച്ച് ഭരണാധികാരികൾ ചിന്തിച്ചു. ഞാൻ പറഞ്ഞത് മുഴുവൻ ദേശീയ പാതകളെ കുറിച്ചും ദേശീയ ട്രെയിൻ സർവീസുകളെ കുറിച്ചുമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അത് പെൺകുഞ്ഞാണെങ്കിൽ രക്ഷകർത്താക്കളുടെ മുന്നിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഭാരത പ്രധാനമന്ത്രി ആ ജനിച്ചിരിക്കുന്നത് എന്റെ കുഞ്ഞാണെന്നും ആ കുഞ്ഞിന്റെ സുഖസമൃദ്ധമായ ജീവിതവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഒരു കുഞ്ഞ് ജനിച്ചാൽ പെൺകുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ 5000 രൂപ ആ മാതാവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും പെൺകുഞ്ഞ് ജനിച്ചാലും 6000 രൂപ വീണ്ടും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഈ പെൺകുഞ്ഞുങ്ങളുടെ 21 വയസ്സ് വരെയുള്ള സുഖകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സുകന്യ സമൃദ്ധി പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ഇന്ത്യ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കി വരുന്നു. ഈ പദ്ധതി പ്രകാരം നിശ്ചിത തുക നമ്മൾ ആ അക്കൗണ്ടിലേക്ക് അടക്കുകയാണെങ്കിൽ 21 വയസ്സാകുന്ന സമയത്ത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ, വിവാഹ, അനന്തര ജീവിതത്തിന് വേണ്ടി ഒരു മെച്ചപ്പെട്ട വലിയ തുക തന്നെ സമ്പാദ്യമായി എടുക്കാവുന്ന ലഘുവായ പദ്ധതി മോദി സർക്കാർ നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു സമയത്ത് കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ അമ്മമാർ അത്രത്തോളം അതിൽ എന്താ പറയുന്നത് മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ രാജ്യത്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന സമയത്ത് എടുത്തു പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ ഭാരതത്തിലെ അമ്മ പെങ്ങന്മാർ ഉപയോഗിക്കുന്ന നാപ്കിൻ പാഡിനെ കുറിച്ച് ചെങ്കോട്ടയിൽ നിന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ലോകത്തോട് സംസാരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ സംസാരിച്ചത്? ഇന്ന് സ്ത്രീകളായി ജനിച്ചു വരുന്ന നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പോലും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തയ്യാറാവുകയും അതിലൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് വിദ്യാലയങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് നാപ്കിൻ പാഡുകൾ കേവലം 1 രൂപയ്ക്ക് വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കി. നമുക്ക് കേൾക്കുമ്പോൾ ആശ്ചര്യവും അതിശയവും തോന്നുമായിരിക്കും. ലോകത്ത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയോ ഒരു ഭരണാധികാരിയോ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ലോകത്ത് ഏതെങ്കിലും ഒരു ഭരണാധികാരി നാപ്കിൻ പാഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ എന്റെ രാജ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ ഭരണാധിപനായിട്ടുള്ള BJP ഭരിക്കുന്ന ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നാട്ടിലെ സ്ത്രീജനങ്ങളെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച്, അമ്മ പെങ്ങന്മാരെ കുറിച്ച് പ്രഥമ പരിഗണന കുറിച്ച് ചിന്തിച്ചു. ഇത് ചെങ്കോട്ടയിൽ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ജനുവരി 26 നടന്ന റിപ്പബ്ലിക് ഡേ പ്രസംഗത്തിൽ അദ്ദേഹം മുഖ്യ വിഷയമാക്കി 2014 പ്രസംഗിച്ചു. വർഷം എത്ര പിന്നിട്ടു? ഈ പദ്ധതികൾ ഇന്നും അനുസ്യൂതം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ചിന്തിച്ചു, നാട്ടിൽ എമ്പാടും വസ്തുവകകൾ കിടപ്പുണ്ട്. ഈ വസ്തുവകകളൊക്കെ തരിശിട്ട് കിടക്കുകയാണ്. എല്ലാവരും നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവൻ ജോലി ചെയ്യുന്നതിനെ വാങ്ങിച്ച് തിന്ന് ജീവിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് എന്റെ രാജ്യം പോകുന്നു എന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഇതിന്റെ ഭാഗമായി മന്ത്രിസഭ കൂടി തീരുമാനമെടുത്ത വളരെ വിപ്ലവകരമായ പദ്ധതിയാണ് കിസാൻ സമൃദ്ധി യോജന. നിങ്ങളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് 6000 രൂപ പ്രതിവർഷം ഇട്ട് തന്നുകൊണ്ടിട്ട് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് ആ പൈസ കിട്ടിയോ എന്ന്. ഞാൻ ഈ 6000 രൂപ നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക്, ഭൂമി സ്വന്തമായിട്ടുള്ളവരുടെ അക്കൗണ്ടിലേക്ക്, കർഷകരുടെ അക്കൗണ്ടിലേക്ക് 6000 രൂപ മോദി സർക്കാർ ഇട്ടു തരുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, കേവലം 600-800 രൂപ ക്ഷേമ പെൻഷൻ തരുമ്പോൾ ഈ ക്ഷേമ പെൻഷൻ ചില ചെറുപ്പക്കാർ ബാഗുകളിലിട്ട് രഹസ്യമായി നിങ്ങളുടെ വീടുകളിലൊക്കെ തന്നിട്ട്
അതിൽ നിന്ന് 100-150 രൂപയും കമ്മീഷൻ അടിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതിവിശേഷം എന്റെ ഈ വലിയ പറമ്പിലും ഇല്ലേ? എന്റെ കയ്യിൽ അതിന്റെ തെളിവുകളുണ്ട്. പാവപ്പെട്ട അമ്മൂമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും അവരുടെ വാർദ്ധക്യകാലം സുഖകരമായി പോകാൻ പറ്റില്ല. എണ്ണയും കുഴമ്പും സോപ്പുമെങ്കിലും മേടിച്ച് ജീവിക്കാൻ കൊടുക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ കൈയിട്ട് വാരിക്കൊണ്ട് അതിൽ നിന്ന് 100-150 വാങ്ങിക്കൊണ്ടു പോകുന്ന പിടിയാളന്മാരെ കാണുന്ന സ്ഥിതിവിശേഷം നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഇന്നും നിലനിൽക്കുന്നു. എന്തൊരു ആക്ഷേപമാണത്! നമ്മുടെ തൊട്ടടുത്ത വാർഡിൽ 6-ാം വാർഡിൽ എനിക്ക് നേരിട്ട് ബോധ്യമുള്ള നിരവധി സംഭവങ്ങൾ എന്റെ കയ്യിൽ രേഖകൾ അടുക്കി വെച്ച് ഞാൻ വിവരാവകാശ പ്രകാരം അതിന്റെ രേഖകൾ എടുത്ത് കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാണ്. 100 രൂപ കൊടുത്തു, 600 രൂപ 800 രൂപ കൊടുക്കേണ്ട അമ്മൂമ്മയ്ക്ക് 100 രൂപ കൊടുത്തു, 600 രൂപയുടെ റെസിപ്റ്റ് കൊടുത്തു. ഇത്തരത്തിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അർഹതപ്പെട്ടതിൽ കൈയിട്ട് വാരിക്കൊണ്ട് ഈ നാടിനെ മുച്ചൂടും മുടിച്ചുകൊണ്ട് മുന്നണികൾ കടന്നു പോകുമ്പോൾ മോദി സർക്കാർ അങ്ങനെയല്ല ചിന്തിച്ചത്. നമ്മൾ നോക്കിക്കേ, അടുപ്പിൽ ഊതി 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 ശ്വാസകോശ സംബന്ധമായ അസുഖം വരുന്ന ജനതയെ കൈപ്പിടിച്ച് അവരെ ആരോഗ്യകരമായി നയിക്കുവാൻ ഉജ്വൽ യോജന എന്ന പദ്ധതിയിലൂടെ സൗജന്യമായി ഗ്യാസ് കണക്ഷൻ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചു. നമ്മൾ നോക്കൂ, ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ തൃക്കുന്നപ്പുഴ ജംഗ്ഷനിൽ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് പ്രസവം പോലും കൈകാര്യം ചെയ്തിരുന്ന 4-5 ഡോക്ടേഴ്സ് സേവനം അനുഷ്ഠിച്ചിരുന്ന, കൃത്യമായി മരുന്ന് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഈ ആശുപത്രിയുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 10 മണിയാവണം ഓഫീസ് ടൈമാ, 10 മണിയാവണം. ഡോക്ടറിന്റെ കുഴല് നമ്മുടെ നെഞ്ഞത്ത് വെച്ച് പരിശോധിക്കണമെങ്കിൽ 10 മണിയാവണം. 3 മണി കഴിഞ്ഞാലോ ചായ കുടിച്ചിട്ട് പോകാനുള്ള സമയമാണ്. ആരുടെ കുഴപ്പമാണ്? ആരുടെ കുഴപ്പമാണിത്? കാലാകാലങ്ങളായി വാർഡിൽ നിന്നും ജനങ്ങളുടെ കയ്യിൽ നിന്നും വോട്ട് ശേഖരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന വാർഡ് മെമ്പർമാരടക്കമുള്ള ഭരണാധികാരിയുടെ പിടിപ്പുകേടാണത്. ഒരു വാർഡ് മെമ്പർ നിവർന്നു നിന്ന് ചോദ്യം ചെയ്യാൻ തീരാവുന്ന പ്രശ്നമേ തൃക്കുന്നപ്പുഴ ആശുപത്രിയിലുള്ളൂ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് അസമയത്ത് രാത്രിയിൽ ഒരു അസുഖം ഉണ്ടായാൽ നിങ്ങൾ എവിടോട്ടോടും? തൃക്കുന്നപ്പുഴ നിവാസികളുടെ ഏകാശ്രയ കേന്ദ്രമാകുന്ന ആതുരാലയത്തെ തച്ച് തകർത്തുകൊണ്ട് അവിടെ യാതൊരുവിധ ആരോഗ്യപരമായ പരിരക്ഷയും കിട്ടുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ. എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. ഒരു അന്യദേശ ഒരു ബംഗാളി തൊഴിലാളി മരം മുറിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലിൽ ആ മരം മുറിക്കുന്ന ഇലക്ട്രിക് ബ്ലേഡ്, എന്താണ് ചെയിൻസോ വന്ന് കയറി അദ്ദേഹത്തിന്റെ കാൽ പകുതി മുറിയുന്ന അവസ്ഥയിൽ ഞാനാണ് ആ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് എന്റെ വണ്ടിയിലിട്ട് കൊണ്ടുചെല്ലുന്ന സമയത്ത് രാവിലെ 8-9 മണി സമയമായിട്ടുള്ളൂ. കാലറ്റു പോകുന്ന അവസ്ഥയിൽ കയ്യിൽ കിട്ടിയ തുണി വെച്ച് ചുറ്റിക്കെട്ടി അയാളെ വാരിയെടുത്ത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുന്ന സമയത്ത് അവിടെ ആരും വന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു ദുർഘടാവസ്ഥ കിടപ്പുണ്ട്. അയാളെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഏതാണ്? ഹരിപ്പാട് ഹോസ്പിറ്റലിലാണ് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. ഹരിപ്പാട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നമ്മൾ എങ്ങനെ പോകും? തൃക്കുന്നപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃക്കുന്നപ്പുഴ പാലമില്ല, പൊളിച്ചിട്ടിരിക്കുകയാണ്. തൃക്കുന്നപ്പുഴ കിഴക്കുവശത്തുള്ളവർക്ക് പടിഞ്ഞാറോട്ടും വരാൻ പറ്റുന്നില്ല, പടിഞ്ഞാറുള്ളവർക്ക് കിഴക്കോട്ടും പോകാൻ പറ്റുന്നില്ല. ആരുടെ കുഴപ്പമാണ്? പഞ്ചായത്ത് ഭരണാധികാരികളുടെ മൂക്കിന്റെ കീഴിൽ നടക്കുന്ന തൃക്കുന്നപ്പുഴ ഹോസ്പിറ്റലും തൃക്കുന്നപ്പുഴ പാലവും ഈ അവസ്ഥയിലായി. 8 വർഷത്തോടടുക്കുന്നു. 7 വർഷം കഴിഞ്ഞു പാലത്തിന്റെ നിർമ്മാണമായിട്ട്. കഴിഞ്ഞ ആഗസ്റ്റ് മാസം 12-ാം തീയതി ഈ പാലം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് അവകാശപ്പെട്ടിട്ട് സ്ഥലം MLA പത്രക്കുറിപ്പിറക്കി. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു 12-ാം തീയതി നമ്മളെയൊക്കെ വിളിക്കും, രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, ഉദ്ഘാടന സമയത്ത് നമ്മളെയൊക്കെ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലിരുന്നു. അപ്പൊ നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഈ പറയപ്പെടുന്ന രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തമാശ രൂപേണ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഈ ആഗസ്റ്റ് 12 എന്ന് പറയുന്നത് 2025 മാത്രമല്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ. അപ്പൊ നോക്കിക്കോളൂ, ഈ തൃക്കുന്നപ്പുഴ പാലം അനിശ്ചിതമായി നീണ്ടുപോകുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതി നട്ടെല്ല് നിവർത്തി നിലർന്ന് നേരെ നിന്ന് ഈ അധികാരികളോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ ഈ കോൺട്രാക്ടറെ കരിമ്പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് ഈ പാലത്തിന്റെ പണി നിമിഷ നേരം കൊണ്ട് തീർക്കാൻ സാധിക്കില്ലേ? തോട്ടപ്പള്ളി ഭാഗത്തേക്ക് നോക്കൂ, കുത്തൊഴുക്കുള്ള കടലിനോട് ചേർന്ന് കിടക്കുന്ന വെള്ളത്തിൽ പില്ലറുകൾ മുകളിലെത്തി ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി. എത്ര നാളായി? 1 വർഷം ആയില്ല.
നോക്കി നിൽക്കെ ആ പാലത്തിന്റെ പണി കഴിയുന്നു. ഇവിടെ നോക്കി നിൽക്കെ പാലത്തിന്റെ പണി നമ്മുടെയൊക്കെ പണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പൊ നമുക്ക് നാട്ടിൽ നടക്കേണ്ട വികസനങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ നടക്കേണ്ട വികസനങ്ങൾ പോലും തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ നടക്കുന്നില്ല. വിവരാവകാശ പ്രകാരം കിട്ടേണ്ട വിവരങ്ങൾക്ക് വേണ്ടി തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ നമ്മൾ അപേക്ഷ വെച്ചാൽ കൃത്യമായ വിവരം തരുന്നില്ല. അപ്പോഴെന്താണ് അവിടെ? അവിടെ ഭായി ഭായി കളിയാണ്, ചേട്ടനും അനിയനും കളിയാണ്, അവിടെ സഹോദരൻ കളിയാണ്, അവിടെ ഇടതുപക്ഷവും വലതുപക്ഷവുമില്ല, അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവുമില്ല, അവിടെ അവർ ഒറ്റക്കെട്ടാണ്. തൃക്കുന്നപ്പുഴ ഹോസ്പിറ്റലിന് വേണ്ടി NHM-ൽ നിന്ന് അനുവദിക്കപ്പെട്ട 100 കോടിയോളം വരുന്ന തുക വിനിയോഗിക്കാതെ ലാപ്സാക്കിയ ഭരണസമിതി നിലനിൽക്കുന്ന സ്ഥലമാണിത്. അപ്പൊ അവരൊരു ആക്ഷേപം പറഞ്ഞു, ബ്ലോക്കിന്റെ പണിയല്ലേ എന്ന് പറഞ്ഞു. ആശുപത്രി ബ്ലോക്കിന്റെ അണ്ടറിലാണ്, ശരിയാണ്. ആശുപത്രി പ്രവർത്തിക്കുന്നത് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിന്റെ അണ്ടറിലല്ലേ? ആശുപത്രി ബ്ലോക്കിന്റെ പണിയാണ്, സമ്മതിച്ചു. അപ്പൊ ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർമാർ അവിടെ പോയി? ബ്ലോക്ക് മെമ്പർമാർക്കും നമ്മൾ വോട്ട് ചെയ്തില്ലായിരുന്നു? ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് 6-ൽ കൂടുതൽ വാർഡുകൾ ഉൾപ്പെടുന്നതാണ്. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് നടപ്പ് സാമ്പത്തിക വർഷം ഒരു വർഷം 5 ലക്ഷം രൂപയോളം തനത് ഫണ്ട് വിനിയോഗിക്കാമെങ്കിൽ നിങ്ങൾ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിന്റെ മുന്നിൽ ചെന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു ഫ്ലക്സ് ഇരിപ്പുണ്ട്. ആ ഫ്ലക്സിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, പഞ്ചായത്തിന്റെ തനത് ഫണ്ട് 10 ലക്ഷം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാർഡിൽ വികസനം ചെയ്തത്. ഏത്? ഈ ഒരു സാമ്പത്തിക വർഷത്തെ കാര്യമാണ്, 2025-ലെ കാര്യമാണ്. എന്തുകൊണ്ട് മറ്റു മെമ്പർമാർക്ക് ഇത് കിട്ടുന്നില്ല? അപ്പൊ ചില താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട്, ചില താല്പര്യങ്ങളെ മാത്രം മുഖവിലേക്ക് എടുത്തുകൊണ്ട്, ചില തൽപര കക്ഷികളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ടുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ വികസനങ്ങളിലൂടെ നമ്മുടെ ഗ്രാമവും കിടയറ്റതായി മാറണം. നമ്മൾ വലിയ പറമ്പിലൂടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു നോക്കൂ. മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളക്കെട്ടില്ലാത്തൊരു ഭാഗമുണ്ടോ? ഏതെങ്കിലും വീടുകളുടെ മുറ്റത്ത് ശരിയായ രീതിയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടോ? വലിയ പറമ്പിന്റെയും അതുപോലെ 4ഉം 3ഉം വാർഡുകളിലൂടെയൊക്കെ നമുക്ക് ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാടും മടലും കയറി വഴികൾ പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കുന്ന അവസ്ഥ, പൊട്ടിപ്പൊളിഞ്ഞ് നേരെ ചൊവ്വേ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഫണ്ടില്ലെന്നാണ് പറയുന്നത്. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നുണ്ട്. എവിടെ വിനിയോഗിക്കപ്പെടുന്നു? ഏതാനും ചില വാർഡുകളിൽ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നുണ്ട്, അവിടെ വികസനം വരുന്നുണ്ട്. അപ്പോൾ കാര്യക്കാർക്ക്, കാര്യശേഷി ഉള്ളവർക്ക് മാത്രം ഈ ഫണ്ട് വിനിയോഗിക്കപ്പെടുകയും മറ്റുള്ളവരെ മുഴുവൻ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാവണം. ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാവണമെങ്കിൽ ചോദ്യം ചെയ്യാൻ കരളുറപ്പുള്ള തന്റെ ഇടമുള്ള രാജീവിനെ പോലെയുള്ള ആൾക്കാരെ ഈ പഞ്ചായത്തിനകത്തേക്ക് കയറ്റിവിടാൻ വലിയ പറമ്പിലെ ആൾക്കാർ തയ്യാറാവണം. അല്ലെങ്കിൽ എന്നും നമ്മൾ ഈ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. രാജീവിന്റെ പിന്നിലുള്ളത് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളാണെന്നുള്ള ഓർമ്മ നാം ഓരോരുത്തർക്കും വേണം. ഈ രാജ്യത്ത് ഇന്ന് റോക്കറ്റിന്റെ വേഗതയിൽ മുന്നോട്ട് കുതിച്ചു കൊണ്ടുപോകുന്ന NDA ഭരണത്തിൽ ഏത് മുക്കിലും മൂലയിലും വികസനം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രാജ്യം മുഴുവൻ വികസനത്തിന്റെ പന്താവിലൂടെ പടർന്നു കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു ഗ്രാമം പിന്തള്ളപ്പെടാതിരിക്കണമെങ്കിൽ NDAയുടെ സാരഥികൾ, BJP സ്ഥാനാർത്ഥികൾ വിജയശ്രീ ലാളിതരായി ഈ പഞ്ചായത്തിനകത്ത് എത്തിപ്പെടണം, ചോദ്യം ചെയ്യപ്പെടും. BJP സ്ഥാനാർത്ഥികൾ ഈ പഞ്ചായത്തിനകത്ത് എത്താതിരിക്കാൻ ഇരു മുന്നണികളും തോളോട് തോൾ ചേർന്നുകൊണ്ട് അഭ്യാസങ്ങൾ പലതും കാണിക്കും. ഇതിലൊന്നും വശംവദരാകാതെ നമ്മുടെ നാടിന്റെ വികസനമാണ്, നമ്മുടെ ഗ്രാമത്തിന്റെ വികസനമാണ്, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ, നമ്മുടെ വാർഡിന്റെ പുരോഗതിയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മൾ തീരുമാനത്തിലെത്തേണ്ട സമയമാണ്. നാളിത്രയുമായില്ലേ, വർഷങ്ങൾ ഇത്രയുമായില്ലേ, 75 വർഷത്തിലധികമായില്ലേ ഇരു മുന്നണികളെയും പരീക്ഷിച്ച് നമ്മൾ ഇങ്ങനെ നാശത്തിന്റെ വക്കിൽ നിൽക്കുകയല്ലേ? എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിരുത്തി ആലോചിച്ചു നോക്കൂ. അസുഖം വന്നാൽ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ വിലപിടിപ്പുള്ള മരുന്നുകൾക്ക് പകരം ജൻ ഔഷധി സ്റ്റോറുകൾ തുടങ്ങി തുച്ഛ
തുച്ഛമായ വിലയ്ക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് മരുന്ന് വിതരണം ചെയ്യുന്നത് മോദി സർക്കാരാണ്. ആരോഗ്യകരമായ അവസ്ഥയിൽ നിന്ന് ആരോഗ്യം ക്ഷയിക്കുന്ന അവസ്ഥയിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്ത് 70 വയസ്സ് പിന്നിടുന്നവർക്ക് അസുഖം വരുമ്പോൾ പാരാസിറ്റമോൾ മേടിച്ചു കൊടുത്തുകൊണ്ട് വീട്ടിൽ വിശ്രമ ജീവിതത്തിന് വിടുന്ന മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അവർക്ക് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മോദി സർക്കാരാണ്. നമ്മൾക്കിവിടെ കിട്ടുന്നില്ല. എന്താ കിട്ടാത്ത? ചോദ്യം ചെയ്യാൻ ആളില്ല. BJP-ക്കാർ ചോദ്യം ചെയ്യാൻ കിട്ടുമോ? BJP-ക്കാരുടെ കയ്യിൽ അധികാരമില്ല. അധികാരമുള്ളവൻ ചോദിച്ചാൽ കിട്ടും. ആരാണിത് ചോദിക്കേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പറെ ജയിപ്പിച്ച് നിങ്ങളുടെ വാർഡിന്, നിങ്ങളുടെ പഞ്ചായത്തിനകത്തേക്ക് വിടൂ. വികസനങ്ങളുടെ കൂമ്പാരമായിരിക്കും വരുന്നത്. യാതൊരു തർക്കവുമില്ല. നമ്മൾ നോക്കിക്കേ, തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഗ്രാമീണ സഡക്ക് യോജന എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്താണ് ഗ്രാമീണ സഡക്ക് യോജന? ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളെ കിടയിറ്റ റോഡുകളാക്കി മാറ്റുന്ന പദ്ധതിയാണ് ഗ്രാമീണ റോഡ് പദ്ധതി. ഗ്രാമീണ റോഡ് പദ്ധതി പ്രകാരം നമ്മുടെ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന റോഡുകളുമായി 2 റോഡുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് അത് ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിൽ നിർമ്മിക്കപ്പെടുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡ് പദ്ധതി. മോദി സർക്കാർ